പൊതുമരാമത്ത് മന്ത്രിക്ക് വേണ്ടി ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. സർ, ഈ 91ാമത്തെ ചോദ്യം പ്രതിപക്ഷ ബെഞ്ചിന്റെ ചോദ്യമായിരുന്നു സർ. വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് അവർ അത് ഈ വിഷയം സഭയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് സർ ഇതിലൂടെ കാണുന്നത്. 92ാമത്തെ ചോദ്യത്തിൽ എയുടെ ഉത്തരം സർ, കേരള സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 99 റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ 72 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല RBDCKയ്ക്കും 27 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല KRDCLനും നൽകിയിട്ടുണ്ട്. ഇവയിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ROB, കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് ROB, തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ROB, ചിറകര ROB, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ROB, കൊല്ലം ജില്ലയിലെ മാളിയേക്കൽ ROB, കോട്ടയം ജില്ലയിലെ കാരിത്താസ് ROB, കണ്ണൂർ ജില്ലയിലെ കൊടുവള്ളി ROB, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അടിപ്പാത എന്നീ 9 റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുള്ളതാണ്. പാലങ്ങൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറം തിരൂർ ROBയുടെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. ആകെ 10 മേൽപ്പാലം അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്നവയുടെ വിശദവിവരം ഈ ഉത്തരത്തിന്റെ കൂടെ അനുബന്ധ ആയിട്ട് ചേർത്തിട്ടുണ്ട് സർ. സർ ബി, സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം 39 റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ 100% റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതി ലഭ്യമാക്കിയിട്ടുള്ളതും ഇവയുടെ നിർമ്മാണ ചുമതല 26/3/2025 തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം KRDCLന് ആണ് നൽകിയിട്ടുള്ളത്. ഉത്തരവിന്റെ പകർപ്പ് അനുബന്ധം B ആയി ചേർത്തിട്ടുണ്ട് സർ. കൂടാതെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി KRDCLന് ചുമതല നൽകിയ 27 ROBകളിൽ 19 എണ്ണത്തിന് സംസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരം റെയിൽവേയുടെ ഫണ്ടിങ്ങിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. സർ, ഉത്തരം C, റെയിൽവേ മേൽപ്പാലങ്ങളുടെ അനുമതി, റെയിൽവേയുടെ അനുമതി തുടങ്ങിയവ ലഭ്യമാക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടലാണ് പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്നത്. പ്രവൃത്തികളെ പരിശോധിച്ച് ഇവയെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന മന്ത്രിതലത്തിലും സെക്രട്ടറി തലത്തിലും നടത്താറുണ്ട്. നിർമ്മാണത്തിനായി സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയം മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി നിശ്ചയിക്കപ്പെടുകയും ആ കാലാവധിക്ക് അനുസൃതമായി ഓരോ പ്രവൃത്തിയും പൂർത്തീകരിക്കുന്നതിനുള്ള ഷെഡ്യൂള് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഓരോ മാസവും നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സൈറ്റ് ഇൻസ്പെക്ഷൻ, റിവ്യൂ മീറ്റിംഗുകൾ എന്നിവ നടത്തി ഷെഡ്യൂൾ പ്രകാരം പദ്ധതി പുരോഗമിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. കൂടാതെ പദ്ധതി നടപ്പിലാക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സർക്കാർ തല ഇടപെടലുകൾ നടത്താറുണ്ട്. GAD അലൈൻമെന്റ് റെയിൽവേ അംഗീകരിക്കുന്നതിൽ തടസ്സം നേരിടുമ്പോൾ റെയിൽവേയുമായി യോഗം നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാറുണ്ട്. സർ, ഉത്തരം D, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 72 പദ്ധതികൾ ഉൾപ്പെടെ RBDCK നിർമ്മിക്കുന്ന 75 മേൽപ്പാലങ്ങളിൽ ബജറ്റ് മുഖേനയുള്ള 5 പദ്ധതികൾക്കായി 87.42 കോടി രൂപയുടെ ഭരണാനുമതി, ബാക്കിയുള്ള 70 കിഫ്ബി പദ്ധതികൾക്ക് 1711.4 കോടി രൂപയുടെ ഭരണാനുമതിയും 2118.249 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയും നൽകിയിട്ടുണ്ട്. കൂടാതെ KRDCL നിർവ്വഹണ ഏജൻസിയായിട്ടുള്ള നിലമ്പൂർ റെയിൽവേ അടിപ്പാതയ്ക്കായി കേരള സർക്കാരിന്റെ വിഹിതമായി 505,54,822 രൂപ ചെലവഴിച്ചിട്ടുണ്ട് സർ. ഇതിന്റെ വിശദവിവരം അനുബന്ധമായിട്ട് ചേർക്കുന്നുണ്ട്.